ഹായ്, എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2024 മോഡൽ സ്വിഫ്റ്റിന്റെ VXI വേരിയന്റ് ആണ്. ഇപ്പോഴും സ്വിഫ്റ്റിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന ഒരു വേരിയന്റ് VXIയും VXI ഓപ്ഷണൽ വേരിയന്റുമാണ്. സ്വിഫ്റ്റിൽ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റ് എന്ന് വിളിക്കാവുന്നത് പുതിയ മോഡൽ സ്വിഫ്റ്റിലെ ZXI വേരിയന്റ് ആണ്. അതിനകത്താണ് അത്യാവശ്യം ഫീച്ചേഴ്സ് വരുന്നത്. സ്വിഫ്റ്റിന് ഇപ്പോൾ മാരുതി ഏകദേശം 20,000 രൂപയുടെ അടുത്ത് ഓഫർ കാര്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ VXI വേരിയന്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സാണ് വരുന്നത്, എത്രയാണ് ഇതിന്റെ ഓൺ റോഡ് പ്രൈസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. പുതിയ സ്വിഫ്റ്റ് VXI വേരിയന്റിന്റെ എക്സ്റ്റീരിയർ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പുതിയ സ്വിഫ്റ്റ് വന്നപ്പോൾ എക്സ്റ്റീരിയർ ലുക്ക് ബേസ് വേരിയന്റ് ഒരു ടോപ്പ് എൻഡ് വരെ എക്സാക്ട്ലി സെയിം ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സ്വിഫ്റ്റിൽ ഇപ്പോൾ ഒരു സ്ട്രൈക്കിംഗ് കളറായിട്ട് തന്നെ കാണുന്നതും ഈ ഒരു റെഡ് കളർ തന്നെയാണ്. ഈ പുതിയ സ്വിഫ്റ്റിൽ ഏറ്റവും കൂടുതൽ റോഡ് പ്രസൻസ് തരുന്നതും ഈ ഒരു കളർ തന്നെയാണ്. ഇപ്പോൾ പുതിയ ഡിസൈൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒരു മിനി കൂപ്പർ ഇൻസ്പയർഡ് ഡിസൈൻ എന്നൊക്കെ പറയാം. അവിടുന്നൊക്കെ നോക്കുമ്പോൾ ഒരു മിനി കൂപ്പറിൻ്റെ ഒരു ലുക്ക് ഈ വാഹനം നമുക്ക് തരുന്നുണ്ട്. LXI ആൻഡ് VXI എക്സ്റ്റീരിയറിലെ ഫീച്ചേഴ്സ് ഓൾമോസ്റ്റ് സെയിം ആയിട്ടാണ് വരുന്നത്. ZX ആൻഡ് ZXY പ്ലസിലാണ് നമുക്ക് DRLും ഫോഗ് ലൈറ്റ് പോലെയുള്ള ഫീച്ചേഴ്സ് അഡീഷണലി വരുന്നത്. ഇനി ഈ വേരിയന്റിന്റെ എക്സ്റ്റീരിയർ എന്നുള്ള മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രൊജക്റ്റഡ് ഹെഡ്ലൈറ്റ് വരുന്നുണ്ട്. അത് ഹൈ ബീമും ലോ ബീമും അതിനകത്ത് തന്നെ കൊടുത്തിരിക്കുന്നു. ഹാലജൻ ആയിട്ടാണ് വരുന്നത്. അതിന് താഴെ DRL പോലെ തോന്നിക്കുന്ന ഒരു സിൽവർ ഇൻസെർട്ട് കൊടുത്തിരിക്കുന്നു. അത് DRL അല്ല, ജസ്റ്റ് ഒരു സിൽവർ ഇൻസെർട്ട് മാത്രമാണ് അകത്ത് വരുന്നത്. ZXI പ്ലസിലും അതൊരു DRL ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും. അതിന് താഴെയായിട്ട് നമുക്ക് ഹാലജനായിട്ടുള്ള ട്രെയിൻ ഇൻഡിക്കേറ്റേഴ്സും ഹാലജനായിട്ടുള്ള പാർക്ക് ലൈറ്റും കൊടുത്തിരിക്കുന്നു. ഫോഗ് ലൈറ്റ് വരുന്നില്ല. ഫോഗ് ലൈറ്റ് വേണമെങ്കിൽ നമുക്ക് ആക്സസ് റൈഡ് ചെയ്യാവുന്ന പറ്റും. ഫ്രണ്ടിൽ നമുക്കൊരു ബ്ലാക്ക് കളറിൽ സ്കിഡ് പ്ലേറ്റ് വേണമെങ്കിൽ നമുക്ക് ഷോറൂമിൽ നിന്ന് ആക്സസ് റൈഡ് ചെയ്യാം, ഇല്ലെങ്കിൽ സ്കേർട്ടിങ് ചെയ്യാനും പറ്റുന്ന ഒരു രീതിയിലാണ് അത് കൊടുത്തിരിക്കുന്നത്. 163 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് പുതിയ സ്വിഫ്റ്റിന് വരുന്നത്. ഫ്രണ്ടിലെ ഗ്രില്ല് കാര്യങ്ങളെല്ലാം എല്ലാ വേരിയൻറ്റിലും ആ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ തന്നെ കൊടുത്തിരിക്കുന്നു. സുസുക്കിയുടെ ലോഗോ ടോപ്പിലായിട്ട് കാണാം. ഇനി വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 14 ഇഞ്ച് വീൽസ് ആണ് ഈ VXI വേരിയൻറ്റിൽ വരുന്നത്. LXI ആൻഡ് VXIയിൽ സെയിം ടയർ സൈസുകളും. ZXI പ്ലസിൽ 15 ഇഞ്ച് വീൽസാണ് വരുന്നത്. ഇത് 165/80R14 ആണ് എൻ്റെ ടയർ സൈസ് വരുന്നത്. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളുമാണ്. ഈ വാഹനത്തിന് ഒരു വീൽ കപ്പുകൾ ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. ഇനി ഇതാണ് ഓൾ ഓവർ വശങ്ങളിൽ നിന്നുള്ളൊരു ലുക്ക്. നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് മിറേഴ്സിൽ കൊടുത്തിരിക്കുന്നു. ആ പഴയ സ്വിഫ്റ്റിൽ കണ്ട ആ സെയിം മിറർ ഡിസൈൻ കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. VXI വേരിയന്റിൽ കീലെസ് എൻട്രി കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. VXI പ്ലസ് അല്ലെങ്കിൽ VXI ഓപ്ഷണൽ എന്ന് പറഞ്ഞാൽ നമുക്ക് പുതിയൊരു വേരിയന്റ് അവൈലബിൾ ആണ്. അതിനകത്ത് നമുക്ക് അഡീഷണൽ ആയിട്ട് വരുന്നത് കീലെസ് എൻട്രി മാത്രമാണ്. ഗ്ലാസുകളെല്ലാം പ്ലെയിൻ ഗ്ലാസുകളാണ്. റൂഫ് റെയിൽസ് കാര്യങ്ങളൊന്നും വരുന്നില്ല. ബാക്കിൽ നോർമൽ ആൻറ്റിനെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ബാക്കിൽ നിന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ബാക്ക് വശത്ത് നമുക്ക് ടോപ്പ് എൻഡുമായിട്ട് മിസ്സിംഗ് ആയിട്ട് ഫീൽ ചെയ്യുക ബാക്കിലെ ക്യാമറയും വൈപ്പറും മാത്രമാണ്. മറ്റെല്ലാ ഫീച്ചേഴ്സും ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടാണ് വരുന്നത്. ഇപ്പോൾ ബാക്കിൽ ഈ വാഹനത്തിന് സ്പോയിലർ വരുന്നില്ല. സ്വിഫ്റ്റിന് എപ്പോഴും ഒരു ബാക്കിലൊരു സ്പോയിലർ നിങ്ങൾ ആക്സസ് റൈഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ആ വാഹനത്തിൻ്റെ ശരിക്കുള്ളൊരു സ്പോട്ടി ലുക്ക് കിട്ടണമെങ്കിൽ സ്പോയിലർ എന്താണെങ്കിലും അത്യാവശ്യമാണ്. ഇതിപ്പോൾ ഇതിനകത്ത് ഹൈ മൗണ്ടർ സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. ബാക്കിലെ ഗ്ലാസ്സിൽ ഡീഫോഗർ വരുന്നുണ്ട്. വാഷർ ആൻഡ് വൈപ്പർ വരുന്നില്ല. സ്വിഫ്റ്റ് എന്ന് പറഞ്ഞ ബാഡ്ജിങ്. ടൈലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് നമ്മളുടെ ബാക്കിലെ ടൈലൈറ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിലാണ് കൊടുക്കുന്നത്. DRL അകത്ത് ഈ കോർണർ മോഡലായിട്ട് സ്റ്റോപ്പ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു. ഇത് താഴെ നമുക്ക് റിവേഴ്സ് ലൈറ്റ് വരുന്നു. ഏറ്റവും താഴെയായിട്ട് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് കാണാം. ബാക്കിൽ 4 പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്. പുറകു വശത്ത് ഇവിടെ താഴെയായിട്ട് നമുക്കൊരു റിഫ്ലക്ടേഴ്സ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ബാക്കിൽ സ്കിഡ് പ്ലേറ്റ് പോലെ തോന്നിയിരിക്കുന്ന ഭാഗങ്ങൾ അങ്ങനെ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. ഫുൾ ആ റെഡ് കളർ ആ വാഹനത്തിൻ്റെ കളറിൽ തന്നെയാണ് ബാക്കിലെ ബെമ്പറും വരുന്നത്. ഇനി നമുക്ക് ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ബൂട്ട് ഇവിടെ നമുക്ക് മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് വരുന്നുണ്ട്. VXI വേരിയന്റിൽ നമുക്ക് ബാക്കിൽ ഒരു പാഴ്സൽ ട്രേ കാണാം. ബാക്കിൽ ഫിക്സഡ് ഹെഡ് റെസ്റ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാര്യങ്ങളൊന്നും തന്നെ ഈ വേരിയന്റിൽ വരുന്നില്ല. സീറ്റ് നമുക്ക് ബെഞ്ച് ഫോൾഡിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. 60/40 സ്പ്ലിറ്റ് ഫോൾഡിങ്ങും ഉൾപ്പെടുത്തിയിട്ടില്ല. ബൂട്ടിൽ വേറെ പ്രത്യേകിച്ച് ബൂട്ട് ലൈറ്റോ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഇനി സ്പെയർ വീല് നോക്കുകയാണെങ്കിൽ ആ ഒരു സെയിം സൈസ് ആയിട്ടുള്ള വീലുകൾ തന്നെയാണ് സ്പെയർ വീലായിട്ട് വരുന്നത്. 165/80R14 ആണ് ഇതിൻ്റെ സ്പെയർ വീലായിട്ട് കൊടുത്തിരിക്കുന്നത്. 265 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് ആണ് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. നല്ല സ്ക്വയറിഷ് ആയിട്ടുള്ള ഒരു ബൂട്ടാണ് വരുന്നത്. ഇനി നമുക്ക് ഇന്റീരിയറിൽ നിന്നുള്ള ഫീച്ചേഴ്സ് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ റിക്വസൻസ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. പ്ലെയിൻ ഗ്ലാസുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ പുതിയ കോടതി നിയമപ്രകാരം 50% ട്രാൻസ്പെറൻ്റ് ആയ ഗ്ലാസുകൾ വശങ്ങളിലും 70% ട്രാൻസ്പെറൻ്റ് ആയ ഗ്ലാസുകൾ ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് ഒട്ടിക്കാവുന്നതാണ്. അതെന്തായാലും വളരെ നല്ലൊരു തീരുമാനമായിട്ട് എനിക്കും തോന്നുന്നു. ഇനി നമുക്ക് അകത്തേക്ക് നോക്കുകയാണെങ്കിൽ ഫുള്ളി ബ്ലാക്ക് കളറിലാണ് ഈ വാഹനത്തിന് ഇൻറ്റീരിയർ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിലെ മറ്റെല്ലാ വാഹനങ്ങളെ വെച്ച് നോക്കുമ്പോഴും ഏറ്റവും സ്പോർട്ടി ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയർ ശരിക്കും സ്വിഫ്റ്റിനാണ് വരുന്നത്. ഒരു ന്യൂജൻ ഇൻറ്റീരിയർ അല്ലെങ്കിൽ സ്പോർട്ടി ഇൻറ്റീരിയർ എന്നൊക്കെ നമുക്ക് ഇതിനെ വിളിക്കാം. ഇനി ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളി ബ്ലാക്ക് കളറിലാണ് വരുന്നത്. ഡോർ ഹാൻഡിൽസ് മാത്രം ആ ഒരു ക്രോം ഫിനിഷിൽ വരുന്നു. ഇവിടെ എല്ലാം സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട്. 4 ഡോർ പവർ വിൻഡോൻ്റെ കൺട്രോൾ, മിറർ കൺട്രോൾ ചെയ്യാനും ഉള്ളൊരു ബട്ടൺ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നില്ല. ബോട്ടിൽ ഹോൾഡേഴ്സ് കാണാം. സ്പീക്കർ ഗ്രില്ല്. ഡ്രൈവർ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ VXI വേരിയന്റിൽ വരുന്നില്ല. പഴയ സ്വിഫ്റ്റിൽ അത് വന്നിരുന്നു.
അതെന്താണ് ഒരു നല്ലൊരു ഫീച്ചറായിരുന്നു. അതെന്താ ഇതിനകത്ത് നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പോൾ പുറത്തുനിന്ന് 2000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്നുള്ളൂ. ഇത് മാനുവൽ വേരിയൻ്റ് ആണെങ്കിൽ നമുക്ക് ഡെഡിക്കേറ്റഡ് ഡെഡ് പെഡൽ കാണാം. നമ്മളുടെ ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ടിൻ്റെ ബട്ടൺ ഇവിടെ കൊടുത്തിരിക്കുന്നു. ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട്. ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ, ഹുഡ് ഓപ്പൺ ചെയ്യാനും ഫ്യൂൽ ഹുഡ് ഓപ്പൺ ചെയ്യാനും ഇവിടെ താഴെയായിട്ടാണ് വരുന്നത്. ഇനി VXi വേരിയൻറ്റിൻ്റെ ഇൻറ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ഈ ഒരു സെഗ്മെൻറ്റിലല്ല, ഇപ്പോൾ നെക്സ്റ്റ് സെഗ്മെൻറ്റിലായാലും ഏറ്റവും സ്പോർട്ടി ആയിട്ട് ഇൻറ്റീരിയർ ആയിട്ട് ഫീൽ ചെയ്യുക ശരിക്കും സ്വിഫ്റ്റിൻ്റെ ഇൻറ്റീരിയറാണ്. അത് ഈ ഒരു ബ്ലാക്ക് കളറും ഈ ഒരു ഉയർന്നു നിൽക്കുന്ന സെൻറ്റർ സ്ക്രീന് കാര്യങ്ങളെല്ലാം അത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പഴയ സ്വിഫ്റ്റിലൊക്കെ കണ്ട സെയിം സ്റ്റിയറിംഗ് വീലാണ്, ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ലെതർ റാപ്ഡ് ഒന്നുമില്ല, നോർമൽ സ്റ്റിയറിംഗ് ആണ് ഈ വേരിയന്റിൽ. മൾട്ടി ഫംഗ്ഷനിലാണ്. ഇടതുവശത്ത് നമുക്ക് ഫോൺ കൺട്രോൾസും ഇടതുവശത്ത് മ്യൂസിക്കിന്റെ കൺട്രോൾസും, അതിന് താഴെയായിട്ട് നമുക്ക് ഫോണിന്റെ കൺട്രോൾസും കാണാം. വലതുവശത്ത് വേറെ പ്രത്യേകിച്ച് ക്രൂസ് കൺട്രോളിന്റെ ഓപ്ഷൻസ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. നമുക്ക് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷനോട് കൂടിയ സ്റ്റിയറിംഗ് വീലാണ്. ടെലസ്കോപ്പിന്റെ ഓപ്ഷൻ കാര്യങ്ങളൊന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനി ഇടതുവശത്തായിട്ട് വൈപ്പറിന്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിന്റെ കൺട്രോൾസും കാണാം. ഇനി ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ പഴയ സ്വിഫ്റ്റിന്റെ അത്രയും സ്പോർട്ടി ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. എന്നാൽ അത്യാവശ്യം ഫീച്ചേഴ്സ് ഉള്ള കാണാൻ ഭംഗിയുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ. സ്പീഡോമീറ്റർ RPM മീറ്ററും അൺലോക്ക് ആയിട്ട് കൊടുത്തിരിക്കുന്ന അടുത്തൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ. അത്യാവശ്യമുള്ള ഇൻഫർമേഷൻസ് എല്ലാം നമുക്ക് അതിനകത്ത് അറിയാൻ പറ്റും. ഇപ്പോഴും അത് കൺട്രോൾ ചെയ്യുന്ന ബട്ടണുകൾ നമ്മുടെ മീറ്ററിൽ തന്നെ എന്താ പറയുക ബട്ടണുകളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് കാര്യങ്ങൾ ചെക്ക് ചെയ്യാനായിട്ട് അറിയാൻ പറ്റും. ആവറേജ് ഫുൾ ഡിസ്റ്റൻസ് MT പോലെയുള്ള ഫീച്ചേഴ്സ് അതിനകത്ത് നമുക്കറിയാം. ഇനി സെൻട്രലിലേക്ക് വന്നു കഴിഞ്ഞാൽ മാരുതിയുടെ ഒരുവിധ എല്ലാ വാഹനങ്ങളിലും കണ്ടുവന്നിരുന്ന 7 ഇഞ്ചിൻ്റെ സ്മാർട്ട് പ്ലേ പ്രോ മ്യൂസിക് സിസ്റ്റമാണ്. ആൻഡ്രോയിഡോട്ട് ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ അത്യാവശ്യം വേണ്ട വെഹിക്കിൾ ഇൻഫർമേഷൻസ്, ആവറേജ് മൈലേജ് പോലുള്ള ഇൻഫർമേഷൻസ് നമുക്കറിയാം. 4 സ്പീക്കറോട് കൂടിയ മ്യൂസിക് സിസ്റ്റമാണ്. അത്യാവശ്യം ക്ലാരിറ്റിയുള്ള സിസ്റ്റം. അതിന് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹസാർഡ് ലൈറ്റിൻ്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നു. അതിന് താഴെ നമുക്ക് മാനുവൽ AC കൺട്രോൾസ് ആണ് ശരിക്കും VXi വേരിയന്റിൽ വരുന്നത്. ഇത് ഓട്ടോമാറ്റിക് അല്ല, ലുക്ക് ഓൾമോസ്റ്റ് സെയിം ആണെന്നേ ഉള്ളൂ. ഇത് മാനുവൽ AC ആണ് വരുന്നത്. ഇതിനകത്ത് നമുക്ക് മാനുവലി കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് കാണാം. അതിന് താഴെയായിട്ട് നമുക്ക് ഒരു 12 വോൾട്ടിൻ്റെ ചാർജിംഗ് പോർട്ട് കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് മ്യൂസിക് സിസ്റ്റത്തിന്. വേറെ ചാർജിംഗ് പോർട്ടുകൾ കാര്യങ്ങൾ വേറെ ഒന്നും അഡീഷണലി കൊടുത്തിട്ടില്ല. 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ടോപ്പ് എൻഡിൽ ഇവിടെ ഒരു വയർലെസ് ചാർജാണ്. ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നും വരുന്നില്ല. നമ്മുടെ 5 സ്പീഡ് മാനുവൽ ഗിയർ ലിവർ. അത് താഴെയായിട്ട് നമുക്കിവിടെ ഹാൻഡ് ബ്രേക്ക് കാണാം. നമുക്ക് ഹാൻഡ് റെസ്റ്റോ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റോട് കൂടിയ നല്ല കംഫർട്ടായിട്ടുള്ള സീറ്റുകളാണ് വരുന്നത്. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്നും കൊടുത്തിട്ടില്ല. നമുക്ക് സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. കോ ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വിത്ത് മിററാണ് കൊടുത്തിരിക്കുന്നത്. സെൻട്രൽ IRVMs, മാനുവൽ ഡിമ്മിംഗ് IRVMs കൊടുത്തിരിക്കുന്നു. നമുക്ക് സെൻട്രൽ റീഡിംഗ് ലൈറ്റ് വരുന്നത് അത് ഹാലജനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഡ്രൈവർ സൈഡിലും സൺവൈസസ് വരുന്നുണ്ട്. ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് ഉള്ള ഒരു വേരിയന്റ് നമുക്ക് VXi വേരിയന്റ് തന്നെ വിളിക്കാം. VXi വേരിയന്റിൽ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാണ്ട് പോയൊരു കേസ് നമ്മളുടെ ഈ കീ തന്നെയാണ്. ഇപ്പോൾ VXi ഓപ്ഷണൽ വേരിയന്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ സ്മാർട്ട് കീ പറ്റും. അല്ലെങ്കിൽ 10 കൊല്ലം മുമ്പ് കൊടുത്ത അതേ കീ തന്നെ നമ്മൾ ഇപ്പോഴും ഉപയോഗിക്കേണ്ടി വരും. നമുക്ക് ഈ വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. നിങ്ങളിപ്പോൾ കേട്ടതാണ് ഈ വാഹനം ആ ഒരു 3 സിലിണ്ടർ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള വൈബ്രേഷനും ആ ഒരു സൗണ്ടും. പഴയ സ്വിഫ്റ്റിനെ വെച്ച് നോക്കുമ്പോൾ ഈ എഞ്ചിൻ കുറച്ചും കൂടി അകത്തേക്ക് നോയ്സ് കാര്യങ്ങൾ വരുന്നുണ്ട്. ആ ഒരു സിലിണ്ടർ കുറഞ്ഞത് നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഫീൽ ചെയ്യും. ഞാൻ പുതിയ സ്വിഫ്റ്റ് ഓടിച്ചു നോക്കിയിട്ടില്ല. ഓടിച്ചു നോക്കിയതിന് ശേഷം ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് കാര്യങ്ങൾ പറയാം. ബാക്കി യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ വൈഡായിട്ട് തുറക്കുന്ന ഡോറുകളാണ്. ഡോർ പാഡിൽ ഇവിടെ സോഫ്റ്റ് ടച്ച് മെറ്റീരിയലും വരുന്നില്ല. കംപ്ലീറ്റ്ലി ഹാർഡ് പ്ലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത്. ഫുള്ളി ബ്ലാക്ക് കളറിലാണ്. ഡോർ ഹാൻഡിൽസ് മാത്രം ക്രോം ഇൻസേർട്ട് കൊടുത്തിരിക്കുന്നു. ബാക്കിൽ നമുക്ക് 2 ഫിക്സഡ് ഹെഡ് റെസ്റ്റുകളാണ് വരുന്നത്. അഡ്ജസ്റ്റഡ് ഹെഡ് റെസ്റ്റ് വരുന്നില്ല. 3 പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം വേണ്ട രീതിയിലുള്ളൊരു ലെഗ് റൂം ആൻഡ് നീ റൂം നിങ്ങൾക്ക് കാണാം. സ്കൂപ്പ് ഔട്ട് ചെയ്തിരിക്കുന്ന സീറ്റുകളാണ്. ഒരു 5 സെൻറ്റിമീറ്റർ ലെഗ് റൂമും നീ റൂം നിങ്ങൾക്ക് കാണാം. ബാക്കിലേക്ക് AC വെൻസി വേരിയൻറ്റിൽ വരുന്നില്ല. ഇനി നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹെഡ് റൂം ഉണ്ട്. ഓൾമോസ്റ്റ് ഒരു 5-10 സെൻറ്റിമീറ്ററിനടുത്ത് ഹെഡ് റൂം നമുക്ക് ബാലൻസ് ഉണ്ട്. വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 2 പേർക്ക് പ്ലസ് ഒരു കിഡിന് സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാം. പുതിയ സ്വിഫ്റ്റിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ബേസ് വേരിയൻ്റ് തൊട്ട് നമുക്ക് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. ABS, CBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ് മാനുവലിൽ വരുന്നില്ല. ഓട്ടോമാറ്റിക്കലി ഹിൽ ഹോൾഡിൻ്റെ ഓപ്ഷനും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ അത്യാവശ്യം വേണ്ട സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം ഈ വാഹനത്തിൽ മാരുതി കൊടുത്തിട്ടുണ്ട്. ഇനി എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പുതിയ 3 സിലിണ്ടർ 1.2 പെട്രോൾ എഞ്ചിനാണ് അതിനകത്ത് വരുന്നത്. 80 HP അടുത്താണ് പവർ വരുന്നത്. വിത്ത് 5 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 5 സ്പീഡ് AMT ഗിയർ ബോക്സ്. കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് 26 km/ലിറ്റർ ആണ്. റിയൽ ലൈഫിൽ ഉപയോഗിക്കുന്നവർക്ക് 20 വരെയൊക്കെ കിട്ടുന്നുണ്ടെന്നാണ് നമുക്ക് ഓൺലൈനിൽ നോക്കുമ്പോൾ മനസ്സിലാകുന്നത്. പിന്നെ ഈ വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന VXi വേരിയന്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഈ മാസത്തെ എല്ലാ ഓഫറുകളും കഴിഞ്ഞ് 8,20,000 രൂപയ്ക്ക് നിങ്ങൾക്ക് VXi വേരിയന്റ് ഓൺ റോഡ് ആക്കാം. ഈ VXi വേരിയന്റിൽ നമുക്ക് ഓട്ടോമാറ്റിക് അവൈലബിൾ ആണ്. അതിന് 8,75,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്.
VXIയിൽ തന്നെ VXI ഓപ്ഷണൽ എന്ന് പറഞ്ഞ ഒരു വേരിയൻറ്റും കൂടി ഉണ്ട്. ഓൾമോസ്റ്റ് 30,000 രൂപയുടെ ഡിഫറൻസ് ആണ് ആ വാഹനത്തിൽ വരുന്നത്. നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ഒരു കീലെസ് എൻട്രി ആണ് അതിനകത്ത് കീലെസ് എൻട്രി, അതിലുള്ള പുഷ് ബട്ടൺ സ്റ്റാർട്ട് പോലെയുള്ള ഫീച്ചേഴ്സ് നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ലഭിക്കും. ഇനിയും ഈ വാഹനം ഡയറക്ട്ലി കോമ്പീറ്റ് ചെയ്യുന്നത് നമ്മളുടെ ഗ്രാൻഡ് ടൈറ്റൻ നിയോസുമായിട്ടാണ്. നമ്മൾ ആദ്യം പറഞ്ഞത് അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് അപ്ഡേറ്റ് ചെയ്തിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും ഉൾപ്പെടുത്താം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു VXI വേരിയൻറ്റ് വാല്യൂ ഫോർ മണി ആകുന്നത് ഇതിൻ്റെ ആ ഒരു മൈലേജിൻ്റെ കാര്യത്തിൽ മാത്രമാണ്. മറ്റെല്ലാം കൊണ്ടും ഐദർ നിങ്ങൾക്ക് ഗ്രാൻഡ് ടൈറ്റൻ നോക്കാം, അത്യാവശ്യം വേണ്ട ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും ആ വാഹനത്തിൽ ഹ്യുണ്ടായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതല്ല മാരുതിയുടെ തന്നെ ഒരു വാഹനമാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഗ്നിസിൻ്റെ സീറ്റ വേരിയൻറ്റ് നോക്കാം. വളരെ നല്ലൊരു ഓപ്ഷനാണ്. അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും കൊടുത്തിരിക്കുന്ന ഒരു വാഹനമാണ് ഇഗ്നിസിൻ്റെ സീറ്റ. ഇഗ്നിസ് വാസ സ്വിഫ്റ്റിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും ഞാൻ ഉൾപ്പെടുത്താം. അതല്ല നിങ്ങൾക്ക് നെക്സയുടെ ഒരു വാഹനമാണ്, ഇഗ്നിസും നെക്സയുടെ തന്നെയാണ്. അതല്ല നിങ്ങൾക്ക് ഈ ഒരു സെയിം പ്രൈസിന് അല്ലെങ്കിൽ ഒരു 20,000 രൂപയാണ് കൂടുതൽ കൊടുക്കുകയാണ് എങ്കിൽ ബലേനോയുടെ ഡെൽറ്റ വേരിയൻറ്റ് കിട്ടും. മച്ച് ബെറ്റർ കാറെന്ന് നമുക്ക് വിളിക്കാം ബലേനോ ഡെൽറ്റ വേരിയൻറ്റിന്. ഇപ്പോൾ സ്വിഫ്റ്റ് വാസസ് ബലേനോ ഒരു വീഡിയോ എടുക്കണമെന്ന് ഞാൻ തീരുമാനിച്ചാണ്. പക്ഷേ ബലേനോയുടെ അവിടെ കിടക്കുന്ന വേരിയൻറ്റ് അതിൻ്റെ സീറ്റ വേരിയൻ്റാണ്. അപ്പോൾ കമ്പാരിസൺ കറക്റ്റ് ആവാത്തത് കൊണ്ടാണ് ആ ഒരു കമ്പാരിസൺ എന്ന് പറഞ്ഞ പരിപാടി ഉപേക്ഷിച്ചത്. പക്ഷേ സ്വിഫ്റ്റ് എടുക്കാൻ വരുന്നവർ നിങ്ങളൊരു സ്വിഫ്റ്റ് ഹാർഡ് കോർ ഫാൻ ആണെങ്കിൽ മാത്രം ആ വാഹനം നോക്കുക. അതല്ല എങ്കിൽ നെക്സ്റ്റ് ലെവലിലുള്ള ബലേനോ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നിരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയി തോന്നി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. റെഗുലർ വ്യൂസാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മാരുതി റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം, നിങ്ങൾക്ക് ഡിവിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.